അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ജോ ബൈഡൻ. മറ്റൊരു US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രായം 82. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെ ബൈഡനെതിരെ ഉയരുന്നത് രൂക്ഷ വിമർശനമാണ്. ബൈഡനെ എന്തുപറ്റി? എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ നിന്ന് പോലും വിമർശനവും പരിഹാസവും ഏറ്റുവാങ്ങുന്നത്? സ്വാഗതം കൈരളി ന്യൂസ് എക്സ്പ്ലെയിൻഡിലേക്ക്. ലാസ് വേഗാസിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനിരിക്കെ ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കാര്യമായ രോഗലക്ഷണം ഇല്ലെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ പരിപാടികളും മാറ്റിവെച്ചുവെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഐസൊലേഷനിൽ കഴിയുകയാണ്. ബൈഡന് പ്രായാധിക്യത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റണമെന്നുമുള്ള ചർച്ച മുറുകുന്നതിനിടയിലാണ് കോവിഡ് ബാധിച്ചത്. താൻ ഒരു തവണ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുകയുള്ളൂ എന്നും ശേഷം പുതിയ തലമുറയ്ക്ക് അവസരം നൽകുമെന്നും അധികാരമേറ്റപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനം ബോധപൂർവം മറന്നാണ് പുതിയൊരു തെരഞ്ഞെടുപ്പിനെ ബൈഡൻ അഭിമുഖീകരിക്കുന്നത്. ഉയരുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് ഇതിനെതിരെയാണ്. ബൈഡന് സ്ഥിരമായി സംഭവിക്കുന്ന നാക്കുപിഴക്കെതിരെയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു വിമർശനം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നാക്കുപിഴയുടെ പേരിൽ അദ്ദേഹം ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ കാലിഫോർണിയയിൽ നടന്ന പരിപാടിയിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത്. ട്രംപും കിം ജോങ് ഉന്നും തമ്മിലെ ബന്ധത്തെ വിമർശിക്കുന്നതിനിടയിലാണ് ആ നാക്കുപിഴ സംഭവിച്ചത്. അങ്ങനെ ദക്ഷിണ കൊറിയ, മെക്സിക്കോ, ഈജിപ്റ്റ്, ഫ്രാൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ നേതാക്കളുടെ പേര് അദ്ദേഹം തെറ്റിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ബൈഡന് നാക്കുപിഴ സംഭവിച്ചത്. ജൂലൈ മാസത്തിന്റെ 2ാം ആഴ്ചയിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിൽ കമലാ ഹാരിസ് എന്ന പേര് പറയേണ്ടതിന് പകരം ഡൊണാൾഡ് ട്രംപ് എന്ന് ഉച്ചരിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്ക് പകരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പേര് പറഞ്ഞു. ഇതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നും ബൈഡനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായത്. ഓർമ്മക്കുറവും സന്ധിവാദവും ഉറക്കക്കുറവ് സംബന്ധിച്ച പ്രശ്നവും അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഏതെങ്കിലും രോഗം സ്ഥിരീകരിക്കുകയോ ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയോ ചെയ്താൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന് അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ബൈഡന്റെ പ്രകടനം വളരെ പരിതാപകരമാണ്. ആ സാഹചര്യത്തിൽ കൂടി ഉയർന്ന വിമർശനത്തിനിടെയാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകിയത്. രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ താൻ യോഗ്യനാണെന്നും പ്രചാരണത്തിൽ താനാണ് മുൻപിലെന്നും വരെ വിമർശകരോട് വീരവാദം പറയാൻ ബൈഡൻ ധൈര്യം കാട്ടിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ കാര്യങ്ങൾ ട്രംപിന് അനുകൂലമായാണുള്ളത്. പെൻസിൽവാനിയയിൽ ട്രംപിന് നേരെയുണ്ടായ വെടിവെപ്പും പ്രചാരണ വേളയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഹീറോ ഇമേജും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. അമേരിക്കൻ മുൻ പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ബറാക് ഒബാമയും മുൻ സ്പീക്കർ നാൻസി പെലോസിയും അടക്കം ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിപ്പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടയിലാണ് ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചത്. അദ്ദേഹം തിരിച്ചടികൾ മാത്രം നേരിടുന്ന ഈ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന നിരന്തരമായ എതിർപ്പിനെ തുടർന്ന് മത്സരത്തിൽ നിന്നും ഒടുവിൽ പിന്മാറിയേക്കുമെന്ന് സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ കമലാ ഹാരിസ് ബൈഡന് പകരം മത്സരിക്കുമെന്നാണ് വിവരം. ഈ തീരുമാനം വന്ന ശേഷം മാത്രമേ ബൈഡന്റെ രോഗത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ.